അവനവന് ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. കുമ്പളങ്ങി സെയിന്റ് ജോർജ് ഇടവകയുടെ നേതൃത്വത്തിൽ ആദരവ് 2025 സംഘടിപ്പിച്ചു. കുമ്പളങ്ങി സെന്റ് ജോർജ് ഇടവകയുടെ നേതൃത്വത്തിൽ ആദരവ് 2025 സംഘടിപ്പിച്ചു. ചടങ്ങ് സെന്റ് ജോർജ് SLP സ്കൂൾ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. SLC+2 വിജയികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോയും നൽകിയാണ് ആദരിച്ചത്. സുബിൻ പോൾ കാരുവള്ളി ഉദ്ഘാടനം ചെയ്തു. ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ക്ലിന്റൺ ആലത്തര, പ്രവീൺ ഭാർഗവൻ, വില്യം പനേക്കൽ, സോണി ബേസിൽ, സ്റ്റിനോജ് മാളാറ്റ്, ജെൻസി അഴിക്കൽ, ആന്റണി ഫെർഡിനൻഡ് ചക്കാലപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴങ്ങാട് ഇടവകയിൽ നിന്ന് വേർപെട്ടു പോയ ഇടവകയാണ്. നീണ്ടര സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ മാതൃ ഇടവകയാണ് പഴങ്ങാട് ഇടവക. ഫാദറിൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ അടക്കിയിരിക്കുന്നത് പഴങ്ങാടാണ്. ഞാനൊരു പഴങ്ങാട് ഇടവകയാണ്. ഇടവക അംഗങ്ങളുടെ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. നമ്മളെല്ലാവരും പറയാറുള്ളത് പോലെ നമ്മൾ സാധാരണ പറഞ്ഞ വിജയത്തിന് നിങ്ങളെല്ലാവരും അനുമോദിക്കുന്നു. നിങ്ങളുടെ കഠിനാധ്വാനവും പരിശ്രമവും ഒരു റിസൾട്ടാണ് ഈ വിജയം നിങ്ങൾ നേടിയിരിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ ഫുൾ A+ നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 11 പേർക്ക് ഫുൾ A+ കിട്ടി, +2ലും SSLCയിലുമായിട്ട്. എന്നാൽ 1-2 ഇരിക്കുന്ന കുട്ടികളിൽ പലർക്കും ഒരു വിഷയത്തിന് A+ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അവർ മോശക്കാരല്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്, അതിൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്ന് ഇടവക ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോഴും പറയുന്നത് ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ വളർത്തുന്നത് ഒരു ഗ്രാമം ഒരുമിച്ചാണ്, ഒത്തുചേർന്നുകൊണ്ടാണ് ഒരു കുട്ടിയെ വളർത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ മികവ് അല്ലെങ്കിൽ അവൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആ കുട്ടിയുടെയോ അവൻ്റെ രക്ഷിതാവിൻ്റെയോ മാത്രം ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ മാത്രം കഴിവുകൊണ്ടല്ല. ആ ഗ്രാമം ഒത്തുചേർന്നുകൊണ്ട് ആ കുട്ടി പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങൾ ഒരുക്കിയത് കൊണ്ടാണ് ഒരു കുട്ടിയായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവൾ മികവിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ വിജയത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നുണ്ട്. അവർ വളരെയധികം നിങ്ങൾ ജനിച്ചപ്പോൾ ഉള്ളതിന് തുല്യമായ സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നുപോവുകയായിരിക്കും. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.